ഹേയ് ഗായ്സ് വാട്ട്സ്ആപ്പ്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ വർഷം കഴിയാറായിട്ട് ഇനി 3 ദിവസം 3 days 4 days ഉള്ളു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കമ്പനിയിൽ ഒരു ചെറിയൊരു പാർട്ടി ഉണ്ട്. അപ്പോൾ അത് ഒരു ഫാമിലി വെച്ചാണ്, ഒരു ഫാം ഹൗസിൽ വെച്ചിട്ടാണ് അവിടേക്ക് പോകണതും. ആ ഫാം ഹൗസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, അവിടുത്തെ പ്രോഗ്രാമുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ സുഹൃത്തുക്കളെ, അതാണ് ഇന്നത്തെ വ്ളോഗ്. ആ ഫാം ഹൗസിൽ പോയിട്ട് ഫാം ഹൗസിലെ എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കാം. എന്താവുമെന്ന് എനിക്കറിയില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങോട്ടേക്ക് പോവാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി നിർത്തി ഇതേപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോവാം. ഗൈസ് ലെറ്റ്സ് ഗോ. നേരെ നമ്മൾ ഈ വണ്ടി എടുക്കുക. അപ്പം നമ്മളെ കൂടെ ശങ്കറിനും പിന്നെ നാഗുബായി അങ്ങനെയുള്ള 3 പേര്, പിന്നെ സ്വപ്നിലും ഉണ്ട്. അപ്പം നമ്മൾ 3 പേര് കാറിലാണ് പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ സ്റ്റാഫെല്ലാം ഇവിടെ നിന്ന് കമ്പനിയിൽ വണ്ടി ഉണ്ടായിരുന്നു, അതിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം ഹൗസ് എവിടെ വെച്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ബുക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയ്തിലാണ് ഫാം ഹൗസ് ബുക്ക് ചെയ്തത്. അവിടെ അറ്റ്ലീസ്റ്റ് ഒരു നല്ല തണുപ്പും ഭയങ്കര ഒരു നല്ലൊരു രസമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരവിടെ ചൂസ് ചെയ്തത്. നോക്കാം, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇനിയിപ്പം നേരെ വണ്ടി എടുക്കുക. ശങ്കറിനൊക്കെ ഇപ്പം ഇറങ്ങുന്നേ ഉള്ളു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി നേരെ ആ ഫാം ഹൗസിലേക്ക് പോവാം. എന്നിട്ട് അവിടുത്തെ ഞാനും ഫസ്റ്റ് ടൈമാണ് സുഹൃത്തുക്കളെ പോകണം. നോ ഐഡിയ, ഒന്നും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടല്ല പോകണം. മറ്റതൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം നമുക്ക് നോക്കാം. ഹലോ ഇത് അങ്ങനെ ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ശങ്കറിനും സ്വപ്നയിലും പിന്നെ നാഗുപോയി അവരവിടെ ഫോട്ടോ എടുക്കണതിൻ്റെ തിരക്കായിപ്പോയി. ശങ്കറിനും തായിക്കേന് അവിടെ എന്തോ ഗെയിമൊക്കെ ഉണ്ട്. അവിടെ ഓഫീസിലുള്ളവർ അവരെന്തോ നടത്തുന്ന കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എല്ലാവരും ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് ഗൈസ്, അവിടെ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ച്. ഇതാണ്, ഇത് മറ്റേ എന്താ പറയുക, ജാഗ്വറിൻ്റെ ഒരു പെർഫ്യൂമാണ്. ഞാനത് ഗിഫ്റ്റ് കിട്ടുന്ന ആളെടുത്ത് പറഞ്ഞിട്ട് ഞാനത് പൊളിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ എടുക്കാൻ വിട്ടുപോയി സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് 39 ദിറംസാണ് ഇത്. ലിമിറ്റഡ് എഡിഷൻ ഗ്രേ അതാണ് ജാഗ്വറിൻ്റെ. അപ്പോൾ അതാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം നമ്മളെ ഭാഗത്തുനിന്ന്. അപ്പം ഇവരെല്ലാം റെഡിയായി ഫോട്ടോ അങ്ങനെയുള്ള പരിപാടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ഇനി ഇവിടെ നിന്ന് തെറിയാം. ഇനി നമ്മൾ എവിടെ പോയിട്ടേ കാണുള്ളൂ, ഇനി നമ്മൾ ഫാം ഹൗസിൽ പോയിട്ടേ കാണുള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. എല്ലാവരും പോയി കേട്ടോ. 1:30 ആകുമ്പോൾ അവിടെ എത്തണമെന്ന് പറയുന്നത്. ഇവരെ വെയിറ്റ് ചെയ്ത് ഇപ്പം 3:30-4 മണിയായി. 3:30 മണിയായി സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് നേരെ ഇനിയിപ്പം ഫാം ഹൗസിൽ പോയിട്ട് കാണാം ഗായ്സ്. അങ്ങനെ നമ്മൾ ദെയ്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു 54 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 54-64 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇതാണ് ഫാം ഹൗസ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാരൊക്കെ തന്നെ. അപ്പോൾ അവർ കുറേ മ്യൂസിക്കും കാര്യങ്ങളും, കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും, പിന്നെ ഒരു 2-3 റൂമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ഞാൻ ഇങ്ങനെ കുറച്ചായിട്ടൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മ്യൂസിക് കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് കോപ്പി റൈറ്റ് വീഴും. അതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും എടുക്കല്ല. ഞാൻ ഈ ലൊക്കേഷൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഗൈസ്. അങ്ങനെ ഞാനും നമ്മളെ ചെറുക്കനും കൂടി തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറുക്കൻ, നമ്മളെ ചെക്കനെ കിട്ടി. അപ്പോൾ ഇവനെയും കൊണ്ട് നമുക്ക് ഇവിടെ മൊത്തം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ അറ്റ്മോസ്ഫിയറൊക്കെ നല്ലതാണ്. കുറേ ചെടികളും പിന്നെ അതേപോലെ തന്നെ ഇവിടെ റൂം എവിടെയാടാ നീ കണ്ട റൂം? നമുക്ക് പൂള് കാണാം ആദ്യം, സ്വിമ്മിങ് പൂള്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട് സ്വിമ്മിങ് പൂളിലേക്ക് പോകാം. പിന്നെ ഇവിടെ കമ്പനീൻ്റെ ഉള്ളവരെല്ലാവരും മറ്റേ പാർട്ടി നടത്തുന്ന ഒരു ഗിഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വിമ്മിങ് പൂളിലേക്ക് പോവാം.
ഇതാ ഗൈസ് നമ്മുടെ റെഡി ബൈ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ഇതാണ് സ്വിമ്മിംഗ് പൂള്. നോക്കി, അറിയാം സ്വിമ്മിംഗ് പൂള്. ബാത്റൂമാ, ഇത് ലോക്കാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂള് ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. കൊള്ളാം, നല്ലൊരു. ഒരു സെക്കൻഡ് ഞാൻ പറയാം കേക്ക്. എന്തേ സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു ഇത്. ഹോട്ട് ടാബ് ആയിരിക്കും. ഹോട്ട് ടാബ്? ഇത് ചൂടുവെള്ളം വരുന്നതാണ്. ഇത് നോർമലി വെള്ളമുള്ള. കൊള്ളാം, നല്ല രസമുണ്ട്. രാത്രി ഇവിടെ വന്ന് കുളിക്കാൻ പറ്റിയ ഇല്ലേ അല്ലാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഞാൻ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂള് കാണിച്ചു തന്നു. ഇനി നമുക്ക് വേണ്ട ഇത് ഷവർ കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം വേറെന്തോ പരിപാടിയിലൊക്കെ ആയിട്ട് എൻഗേജ്ഡാണ് നമുക്ക്. അപ്പോൾ അതേപോലെ നമുക്ക് ഇത് റെസ്റ്റ് റൂമാണ് സുഹൃത്തുക്കളെ. തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റ് റൂമുണ്ട്. കണ്ട, അടിപൊളിയല്ലേ? റെസ്റ്റ് റൂം വൈഫൈ കൊണ്ട് കേട്ടോ, ഫ്രീ. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട് സുഹൃത്തുക്കളെ. പിന്നെ അതേപോലെ ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള കുറച്ച് പാർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് കിച്ചണാണ് കേട്ടോ. കിച്ചണെന്ന് പറയാൻ പറ്റില്ല, മറ്റേ ചാർക്കോളും അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയുള്ള ഏരിയ. അത് ഫുള്ള് അവിടെ ഒരു സൈഡിൽ കൂടിയിരിക്കുന്ന ആൾക്കാർ ആ ഫുഡിൻ്റെ കാര്യങ്ങൾ. ഇത് നമ്മൾ പുള്ളിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവർ അടുത്ത മ്യൂസിക് കിട്ടുന്ന മുമ്പേ നിങ്ങൾക്ക് ഞാൻ പറ ഓരോ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് കോപ്പി ചെയ്യും. അതാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരണത്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഗെയിമൊക്കെ ഉണ്ട്. ഗെയിമിന് വേണ്ടി ഗിഫ്റ്റൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഓരോ ഫാമിലീസ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ നമുക്ക് ഇനി കിച്ചൺ സൈഡിലേക്ക് പോവാം. വാഷ്റൂമും ഇവിടെ ഇവർ ചാർക്കോളും അങ്ങനെയുള്ള സാധനങ്ങൾ സെറ്റാക്കും. ചാർക്കോളൊക്കെ ഉണ്ടാകുന്നു എനിക്കറിയില്ല. പിന്നെ ഇവിടെ വേണ്ട ഓരോ ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിനകത്ത് വല്ലതും ഉണ്ടാകും, ഓപ്പണോ? ഇതിനകത്തൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാൻ. അപ്പോൾ അത് കണ്ടില്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് സമൂസ ഉണ്ട്. കഴിക്കടാ, നീ എടുത്തോ. അപ്പോൾ സമൂസ ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചില്ല, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ഉണ്ട് ഇവിടേക്ക് നമുക്ക് വലിയ പാത്രം വെച്ചിട്ട് നല്ല ബിരിയാണി പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇത് മന്തിയില്ല, ഇത് കല്ലിലിടുന്നത് കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു മന്തി ഉണ്ടാക്കണ പരിപാടിയായിരിക്കുമെന്ന്. പക്ഷേ മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല. ഇതെന്താന്ന് തോന്നല്ലോ. ഇത് എന്താണ്, എന്തോ കോഴിക്കൂടാണോ? ഈ അടാ ഇതെന്ത് പറയടാ? അങ്ങനെയായിരിക്കും. പിന്നെ എവിടെയാ റൂം? എടാ അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഫുള്ളും അതിനകത്താണ് ഇത് ഫുള്ള് സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ റൂമിലേക്ക് പോവാം. റൂം സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതേപോലെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് റൂം സൈഡിലുള്ളവർക്കുള്ള കിച്ചണാണ് കേട്ടോ. അത് പുറത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇത് റൂം സൈഡിലുള്ള കിച്ചൺ. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി. ഫ്രിഡ്ജൊക്കെ ഇവിടെ നേരെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും കൊണ്ടുവന്ന ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാം. ഇതാണ് ആ കിച്ചൺ. റൂമിൻ്റെ അവിടെയുള്ള മറ്റേ നോർമൽ കോമൺ കിച്ചൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. ഇതാണ് റൂം. ഡബിൾ ബെഡ്, AC അല്ലേ? ഡബിൾ ബെഡുള്ള റൂം. എത്ര റൂം ഉണ്ടടാ? നീ കണ്ട ഫസ്റ്റ് റൂമാ? ഇതൊരു സിംഗിൾ ബെഡും ഒരു ഡബിൾ ഒരു സെറ്റ്.
നല്ല കിടിലം ഫോട്ടോയും എ സിയും നല്ല കിടിലം ഫോട്ടോയൊക്കെ ഉണ്ട്. കണ്ട നോക്കി തയ്യൽ മെഷീനൊക്കെ നോക്കി, തയ്യൽ മെഷീനൊക്കെ കിടക്കണ സുഹൃത്തുക്കളെ. ഓ മൈ ഗോഡ്, ഇതെന്താ സാധനം? കൊള്ളാം, അടിപൊളി. ഇത് ഹാളാണ്, ഇത് ഹാള്, ഇത് കോമൺ ഹാള്. ഇത് ഹാള് സുഹൃത്തുക്കളെ. പിന്നെ ഒരു റൂമുണ്ട് ഹാളിൽ ചേർന്ന് തന്നെ. ഇത് മൂന്നാമത്തെ റൂമാണ് കേട്ടോ. 3 റൂമായി വന്നിട്ട് നാലാമത്തെ. ഇത് 2 ആൾക്കാർക്ക് കിടക്കാം അല്ലേ? ഇതാണ് ഇവൻ കിടക്കണം കേട്ടോ. നമുക്ക് റൂമൊന്നും ഇല്ല കേട്ടോ, നമ്മള് വല്ലാതെ ഒഴിച്ചില്ലായാലും അവൻ്റെ ടാബുണ്ട്. നമുക്ക് റൂമൊന്നും ഇല്ല കേട്ടോ, നമ്മള് വല്ല കാറിലൊക്കെ ചുമ്മാ നമുക്ക് റൂമുണ്ട് കേട്ടോ. അടിപൊളി അല്ലേ? സെറ്റ് ഫുള്ള് എ സി ആണ്. എന്താ തണുപ്പാടാ? ഓക്കെ. People from Mexico, we got a bottle from Mexico. മെക്സിക്കോയുടെ കൊക്കക്കോള. ഓക്കെ, അടിപൊളി അടിപൊളി സാധനം. ഇത് കിട്ടില്ല റൂം കേട്ടോ. എന്നിട്ട് അമ്മ ബെഡ് കൊടുത്തിട്ട് കൊള്ളാം. പഴയ കാല ഫോട്ടോസ് സൂപ്പർ, കൊള്ളാം. നല്ലൊരു പഴയ ഒരു ഫീൽ കിട്ടും ഗൈസ്. ഇത് ബാത്റൂമാണ് കേട്ടോ അല്ലേ? എന്തുവാടെ ഉരുളില്ല. ഓ മൈ ഗോഡ്, കൈ കഴുകാൻ വേണ്ടി കേട്ടോ. കൊള്ളാമല്ലേ പരിപാടി? അടിപൊളി. ബാത്റൂമൊക്കെ അത്യാവശ്യം നീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ, മറ്റേ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. കോമൺ ആയിട്ടുള്ള ബാത്റൂം. ഇതൊരു കബോർഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം നിങ്ങളെല്ലാം കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുക, അവരുടെ പരിപാടിയിലേക്കോട്ട് എൻഗേജ്ഡ് ആവുക ആണ് നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ നമുക്കെന്തായാലും അവരുടെ പരിപാടി എന്തൊക്കെയെന്ന് നോക്കാം. അവർ കുറേ കലാപരിപാടിയായിട്ട് ബലൂൺ വീർപ്പിക്കുന്ന പരിപാടി മത്സരവുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കാണുക. അപ്പോൾ അതായിരുന്നു നമ്മളൊരു പുതിയ സബ്സ്ക്രൈബേഴ്സ്. ഹായ്, ഇത് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സാണ്. ഹലോ, വീഡിയോ ഒക്കെ കാണാറുണ്ടോ? കൊള്ളാം, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാറുണ്ടോ? നിനക്ക് ഇഷ്ടപ്പെടാറുണ്ട് ഗായ്സ്? അങ്ങനെ ഞാൻ പുറത്തോട്ട് വന്നപ്പം അവർ ദാണ്ട് ഇവിടെ കുറച്ച് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബോട്ടിൽ ആര് ഫസ്റ്റ് ഇടോ അവർക്കാണ്. കുട്ടിയെ ഒന്ന് ഊഞ്ഞാലാട്ടി കൊടുക്കാം ഗൈസ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാവോ? നോക്കട്ടെ. അപ്പം ഞാൻ കാണിക്കില്ല. പുള്ളിക്ക് ക്യാമറയിൽ നോക്കണ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കാണിക്കില്ല കേട്ടോ. ഞാനും ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ആടാം. നമുക്ക് കൊള്ളാം, നല്ലൊരു സ്ഥലമാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്തിരിക്കാം. ആർക്കെങ്കിലും വരാനോ എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല സ്ഥലം, കൊള്ളാം. ഫാമിലി ആയിട്ടും അതേപോലെ കമ്പനീസിൽ പാർട്ടി നടത്താനായിട്ടും കൊള്ളാം. അപ്പോൾ നമുക്ക് വേറെന്താ പറയുക, ഇനിയിപ്പം നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റ് കൊടുക്കണം ഒരാൾക്ക്. അതാണ് അത്. ഇനിയിപ്പോൾ എപ്പോൾ ഇവർ ഇടുമെന്ന് അറിയില്ല. ഇപ്പോൾ അവർ കുറേ ഗെയിം സെറ്റ് ചെയ്തിരിക്കുകയാണ്, അതിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഗെയിം കളിച്ച് വിൻ ചെയ്യുന്നവർക്ക് ആ സൈഡിൽ ഇരിക്കണ ബോക്സിലിരിക്കണ ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ബിൽഡിങ്ങിലൊക്കെ കണ്ടോ, നല്ല വിളക്ക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണ കണ്ടോ. ഇത് കത്തും എന്തോ, പക്ഷെ അകത്ത് ബൾബൊന്നുമില്ല, അപ്പം കത്തില്ലേ ഇരിക്കുമല്ലേ? അല്ലല്ല, ബൾബുണ്ട് ഗൈസ്, ബൾബുണ്ട്.
ബൾബുണ്ട്. രാത്രിയാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് കത്തുവോ കത്തില്ല എന്ന്. ഇപ്പം ഏകദേശം എത്ര മണിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ 5:30 മണിയായിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഈ സൈഡിലും എല്ലാം എവിടെയെങ്കിലും ഇരിക്കാം, എന്നിട്ട് അവർ കളിക്കുന്ന കണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കാം. അതിൻ്റെ ഇടയിൽ പോയി അവിടെ ആ ഗെയിം കളിക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി കളിക്കണം. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ശാന്തമായിട്ടിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം. ഇനിയിപ്പോൾ വൈകിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ആ ലൈറ്റൊക്കെ കത്തോ കത്തില്ല എന്ന് ഞാൻ ഒരു കൺഫ്യൂഷൻ. പക്ഷേ അത് കത്തും കഴിച്ചു നോക്കി. ഫുള്ള് ലൈറ്റ് കണ്ടോ, അടിപൊളിയല്ലേ? നല്ല ഈ പറഞ്ഞാണ് ലൈറ്റ്. രാത്രി അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഓണറിൽ നല്ല സെറ്റ് ലൈറ്റ് കേട്ടാ. മണ്ണിലാണ് കേട്ടോ സംഭവം. കൊള്ളാം, അടിപൊളി കേട്ടാ. സെറ്റ് ഇതൊക്കെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് മോട്ടർ ഇരിക്കുന്നുണ്ടോ, അവിടുന്ന് പമ്പ് ചെയ്ത് അടിച്ച് താഴോട്ട് വിടുന്നുണ്ടോ. കൊള്ളാമല്ലേ? സെൻറ്ററിൽ ഫുൾ ഓണ്. कैसे ठीक है, हमारा सब्सक्राइबर्स को क्या बोलेगा? इंशाल्लाह सुबह को सब्सक्राइब करो, लाइक करो, कमेंट करो, शेयर करो. ओके ओके സുഖമാണോ? സുഖമാണോ? സുഖമാണ്. അപ്പോൾ ഓക്കെ. हसन भाई कैसा है? या अल्लाह अच्छा है. अच्छा है. सुगमानो जी सुगमन मल्टीकॉम कैसा है? मल्टीकॉम ये हम लोग किधर आया? जाहिद है ना? ये जाहिद में आया. ये कौन सा ये रेस्ट एरिया है? वो हमको मालूम नहीं है. अच्छा സുഖമാണോ? സുഖം. എന്താ വിശേഷം? എൻ്റെ വിശേഷം സുഖമില്ല. ഇത് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ ഓരോ ഗെയിമുകളായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഗൈസ് വാഷ്റൂമൊക്കെ സെറ്റാണ് കേട്ടോ. അതൊക്കെ വാഷ്റൂം അല്ലല്ലോ, വാഷ് സ്പേസ്. സോറി, ഇതിനെന്താ പറയുക? വാഷ് സ്പേസ് ഇരുന്ന് തന്നെ. കൊള്ളാം കേട്ടോ. ഭരണിയിൽ സെറ്റാക്കിയിട്ട് ഹോളിട്ട് വെള്ളം പോകാൻ വേണ്ടി അടിപൊളിയായിട്ടുണ്ട്. അവിടെ ഭയങ്കര ഗെയിമാണ്. അവിടെ അടി അടക്കമെന്ന് എനിക്കറിയില്ല. മരണ ഗെയിം അതാ. ദിസ് ഈസ് റോങ്. ഓ മൈ ഗോഡ്, അവിടെ അടി. അയ്യോ, ഒരുപാട് എല്ലാം കഴിഞ്ഞു. എല്ലാവരും ടയേർഡായി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം. ഫുഡ് ഞാൻ കാണിച്ചു തരാം സുഹൃത്തുക്കളെ. ഇത് ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു. ചിക്കൻ കറി ചേട്ടാ, ഇത് ചിക്കൻ കറി അല്ലേ? ഇത് ചിക്കൻ കറി. പിന്നെതാ ഇതേതാ? ഇതും ചിക്കൻ ചില്ലി ആണോ? ഇത് പനീർ ബട്ടർ മസാല. പത്തിരി. ഇത് പത്തില് നെയ്പത്തില്ലേ? ബിരിയാണി, പൊറോട്ട. ഇതേതായിട്ടാ? ചില്ലി ചിക്കൻ ഗ്രേവി, നൂഡിൽസ്, പിന്നെ
ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ വെജിറ്റേറിയൻ കുറുമ ഉണ്ട്. ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കും കുറച്ചെടുത്ത് കഴിക്കാം. എല്ലാത്തിനും കുറച്ച് എടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ കൊള്ളുന്ന അനുസരിച്ച് ഫുഡ് എടുക്കും. ഇത് മാംഗോ ജ്യൂസാണ് കേട്ടോ. ഇത് എന്താണെന്നും അറിയില്ല, സൂപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ലാസ്റ്റ് എടുത്ത് നോക്കാം. ഓക്കെ, ഇത് സൂപ്പാണ്. ഇത് നമുക്ക് ലാസ്റ്റ് വന്നെടുക്കാം. നമുക്ക് ഫുഡ് എടുക്കാൻ പോകാം. നമുക്ക് വെജിറ്റബിൾ കുറുമ എടുക്കാം. വെജിറ്റബിൾ കുറുമ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് ചിക്കൻ പീസ് എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് നൂഡിൽസ് എടുക്കാം. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നൂഡിൽസ് എടുക്കാം. ചില്ലി, കുറച്ച് ചില്ലി സെറ്റ് ചെയ്യുക. ബിരിയാണി ഉണ്ട്, ബിരിയാണി വേണ്ട. നമുക്ക് പത്തിരി എടുക്കാം. നെയ്പത്തിരി ഒരു 2 പീസ് എടുത്ത് പത്തിരി എടുക്കുക. കുറച്ച് ഹമ്മൂസ് എടുക്കുക. ഹമ്മൂസ് അടിപൊളിയാണ്, അത് കുറച്ചെടുക്കുക. കുറച്ച് പനീർ ബട്ടർ, പനീർ ബട്ടർ എടുത്ത് കുറച്ച് ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതും കുറച്ചെടുക്കാം. ചില്ലി 2. പിന്നെ നമുക്ക് സാലഡ്സ് ഒന്നും നമ്മളെടുത്തില്ല, കുറച്ച് സാലഡ്സ് എടുക്കാം. ബസ് ഇത്രയും സാധനങ്ങളായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കാം. ഇത്രയും സാധനങ്ങളായിട്ട് നമ്മളെവിടെ വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് കണ്ടെത്തി ഇവിടെ വയ്ക്കുക. നമുക്ക് കുറച്ച് പത്തിരി ഇങ്ങോട്ട് എടുക്കാം. നെയ്പത്തിരി റൈസ് നമ്മൾ എടുത്തില്ല, ഇനിയിപ്പോൾ പിന്നെ പോയി എടുക്കാം. കുറച്ച് അമ്മോസം കൂടി കൂട്ടിയിട്ട് കഴിക്കാം. എടുക്കുക. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് അമ്മൂസ്. എന്തൊക്കെ കഴിക്കണമെന്നുള്ള കൺഫ്യൂഷൻ. നേരത്തെ നമുക്ക് കുറച്ച് നൂഡിൽസ് വെച്ച് നോക്കാം. നൂഡിൽസും കൊള്ളാം. പനീർ ബട്ടർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. പനീർ ബട്ടർ ഒരു രക്ഷയില്ല. പനീർ ബട്ടർ ചിക്കൻ ചില്ലി ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അടിപൊളിയടാ, ഒന്നും പറയില്ലടാ, സൂപ്പർ സാധനം. നമ്മൾ ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കില്ല. Selain itu, alat peniraskan ini,
രസമില്ല. പക്ഷേ നൂഡിൽസ് അടിപൊളി, മറ്റേ ചിക്കൻ ചില്ലി ആ സൂപ്പർ, സാലഡ്സ് ഒരു രക്ഷയില്ല. പക്ഷേ ചിക്കൻ ഫ്രൈയും ബാക്കിയൊന്നും കഴിക്കാൻ വയ്യ. സത്യത്തിൽ ഫുള്ളാവില്ല. ഫുഡ് കണ്ടിട്ട് ഫുള്ളായതാണോ കഴിക്കാൻ പറ്റില്ല. ഫുഡ് ഒരുപാടുണ്ട്. ബിരിയാണിയൊക്കെ ഇരിപ്പുണ്ട്, കഴിക്കണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ചിക്കൻ ഫ്രൈ പോലും കഴിക്കാൻ പറ്റില്ല എന്നെ കൊണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഏകദേശം കഴിച്ച്, ഒരുപാട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് സൂപ്പ് എടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ ഇതിൽ നിന്നൊരു സൂപ്പ് കുറച്ച് എടുക്കുക, ടേസ്റ്റ് കുടിച്ചാൽ മതി. എനിക്ക് മറ്റത് ഓൾറെഡി ഫുള്ളായി. പിന്നെ അതാണ്ട് ഫുഡെല്ലാം ബാക്കിയുണ്ട്, എല്ലാവരും കഴിച്ച്. ഞാൻ ബിരിയാണി കഴിച്ചില്ല കേട്ടോ, എന്നെ കൊണ്ട് പറ്റില്ല സത്യം പറഞ്ഞ് കഴിക്കാൻ ഫുള്ള്. ഇവരൊക്കെ എങ്ങനെ കഴിക്കണമെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. സ്പൂണൊന്നുമില്ല ഗൈസ്. പിന്നെ സ്വീറ്റൊക്കെ ഉണ്ട്, ഐസ്ക്രീം പായസമാണോ അത്? പുഡിങ്ങാ? ഇതെന്താ സ്വീറ്റാണല്ലോ ഉണ്ടാക്കണ ഫുള്ള്? സ്വീറ്റല്ലേ അത്? ഇതെന്തോ പേര് പറഞ്ഞ് അതെനിക്ക് മനസ്സിലായി. പുഡിങ്ങോ അങ്ങനെ എന്തോ ആണ്, ഞാനും കഴിച്ചിട്ടില്ല. നമുക്ക് സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് സൂപ്പ് ടേസ്റ്റ് ചെയ്യാം. സ്പൂണൊന്നുമില്ല സുഹൃത്തുക്കളെ, കൊള്ളില്ല. കുഴപ്പമില്ല, അത്ര റെഡ്ഡി ഭായി ഇവിടെ ഇരിപ്പുണ്ട്. रेड्डी भाई एवढा नाहीये, जगनमोहन रेड्डी, you are red. ഓക്കെ, चला ഇവിടെ കയറ്. okay, you are Subin. പിന്നെ നമുക്ക് വേണ്ടേ ആ ചേട്ടൻ പറഞ്ഞത് നമുക്ക് കഴിച്ചു നോക്കാം. ഇതെന്തെങ്കിലും ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചെടുത്താൽ കഴിക്കില്ല. സൂപ്പ് തന്നെ ഞാൻ കൊണ്ട് കളഞ്ഞു. സ്പൂണൊന്നുമില്ല സുഹൃത്തുക്കളെ, ഇവിടെ എല്ലാം കഴിഞ്ഞു. കൊള്ളാലോ. നാട്ടില അത് കഴിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് ഫീൽ ആയത് ഏതെന്നറിയോ? നാട്ടിലെ കൂഴച്ചക്കയില്ലേ, അത് നമ്മൾ കഴിക്കില്ലേ പഴുത്തത്, അതേ സെയിം സാധനം. പിന്നെ പക്ഷേ ഒരു പേരും കൂടി പറഞ്ഞായിരുന്നു, ഇടണോ, പക്ഷേ സ്പൂണൊന്നുമില്ല കേട്ടോ. സൂപ്പർ സാധനം. കറക്റ്റ് നമ്മളെ നാട്ടിൽ ചക്ക കഴിക്കാം. ചക്ക കൂഴിച്ചക്ക എങ്ങനെ പേസ്റ്റ് ആക്കി വെക്കോ അതേ സെയിം ടേസ്റ്റ്. നാട്ടിലൊരു ചക്കയുടെ കൂഴിച്ചക്കയുടെ ടേസ്റ്റ് സെയിം. പക്ഷേ നമുക്ക് ചിലർക്ക് നമ്മൾ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് നാട്ടിലെ ചക്കയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായില്ല. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. പിന്നെ ഒരുപാട് ബാക്കിയുണ്ട് ഫുഡ്, ഒരുപാട് ഫുഡ് ബാക്കിയുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചെന്ന്. അപ്പോൾ അത് ഇതാണ്. അപ്പോൾ ഇത് അവരവിടെ ഞറുക്കെടുക്കും, അവർക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗെയിം കളിച്ച്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ആ ബോക്സിനകത്ത് എല്ലാവരും പേരും കൂടി ഇട്ടിട്ട് കുറച്ച് പേരെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആൾക്കാർ എടുക്കുന്ന ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അയാൾക്ക് കൊടുക്കാം. അപ്പോൾ ആരാണ് എൻ്റെ കിട്ടണേന്ന് വെച്ചാൽ അയാൾക്ക് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ആരാണ് വരണത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കണതാണ്. അപ്പോൾ അതിൽ ഓരോരുത്തർ വന്നിട്ട് നമ്മൾ പേരെടുക്കും, നമുക്ക് ആരാണ് കിട്ടണം അവർക്ക് ഇത് കൊടുക്കും. അപ്പോൾ എനിക്ക് ആരാണ് പറഞ്ഞാൽ അവർക്ക് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കും സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ
നമുക്ക് വെയിറ്റ് ചെയ്യാം. अभी 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 हमारा सुबिन सुमा मिल गया यूट्यूब मैन यूट्यूब मैन आयुआ यूट्यूब मैन हेलो ओके नेक्स्ट नेक्स्ट और कौन है താങ്ക് യു ഗൈസ്. അങ്ങനെ ഞാൻ പുള്ളിക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ എന്താ നിങ്ങൾക്ക് കണ്ടേ? അപ്പോൾ തറയണം ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യും നാരായണന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് നാരായണ ഓപ്പൺ ചെയ്യുന്ന സുഹൃത്തുക്കളെ. ओ मिल गया ജാഗ്വാറിൻ്റെ ഫോർ മെൻ ഏതാ ലിമിറ്റഡ് എഡിഷൻ ആണ് ജാഗ്വാറിൻ്റെ. നാരായണന് കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നാരായണന് എനിക്കൊരു ഗിഫ്റ്റ് തന്ന് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. बहुत अच्छा वाला है ओपन कर पूरा ओपन करो എനിക്കൊരു ക്ലോത്ത് and it's very nice to open this അപ്പോൾ ഒരു ക്ലോക്ക് ഇട്ടിരിക്കുന്നു. ഇനി നമുക്ക് സമയം നോക്കി अमेरिकन क्लॉक മുന്നോട്ട് പോവാം. അപ്പം ഞാൻ ഇന്ന് എല്ലാം വൈറ്റ് അപ്പ് ചെയ്യണം. നാളെ മോർണിംഗ് നമുക്ക് എല്ലാവർക്കും കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ ബൈ ബൈ. നാളെ രാവിലെ സുപ്രഭാത ആസ്വദിക്കുക. ബൈ ബൈ. ഹേയ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ ഉറക്കവും കഴിച്ച് ശബ്ദമൊക്കെ അടഞ്ഞ് ഇന്നലെ ആ പൂളിലൊക്കെ പോയി ചാടി ഗൈസ്. അതൊന്നും വീഡിയോ എടുത്തില്ല. രാവിലത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഇനി നമ്മൾ ഇവിടുന്ന് പോകണം. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങും. എന്നിട്ട് നേരെ റൂമിൽ പോയിട്ട് കിടന്ന് ഉറങ്ങും. അതാണ് വേറെ മോർണിംഗ് ഉള്ള പകലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. നല്ല വ്യൂ ആണ്. ഇന്നലെ ഫുഡൊക്കെ ഒരുപാട് ബാക്കി വന്നു കേട്ടോ. ഫുഡൊക്കെ ഒരുപാട് ബാക്കി വന്ന് ഈ റൂമിലെല്ലാവരും ഇപ്പം ഗൈസ് നമ്മൾ തിരിച്ചെത്തി സുഹൃത്തുക്കളെ. നമ്മൾ എന്താ അവിടുന്ന് ഒരു 11:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ഇവിടെ ഇപ്പോൾ 12:30 ആയി. 12:30 ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അവിടെ എത്ര 1500 ദർഹംസൊക്കെ ഉണ്ടായി അവിടെ ഒരു 1 ഡേ. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണെ കൂടി അമർത്തി നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.